നിങ്ങൾക്കറിയാമോ, ലോകത്തിന്റെ ഗതിയെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ ലോക മഹായുദ്ധം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് തലനാരിഴയ്ക്കാണ് ഒഴിവായത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പിടാൻ വെച്ച ആ ഒരു ഉത്തരവ് പുറത്തിറങ്ങിയിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ഈ ലോകം തന്നെയാകില്ലായിരുന്നു അടുത്ത ദിവസം പുലരുന്നത്. പക്ഷേ ആ വലിയൊരു യുദ്ധത്തിന്റെ കനലുകൾ ഇപ്പോഴും പൂർണ്ണമായി അണഞ്ഞിട്ടില്ല. പശ്ചിമേഷ്യ കത്തുകയാണ്. ലോകം മുഴുവൻ അടുത്തൊരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭീതിയിൽ വിറച്ചു നിൽക്കുന്ന നിർണായക മുനമ്പ്. ഈ കൊടുങ്കാറ്റിന്റെ നടുവിലേക്കാണ് ഇന്ത്യ തങ്ങളുടെ ഏറ്റവും കരുത്തനായ ഒരു നയതന്ത്ര നേതാവിനെ അയച്ചിരിക്കുന്നത്. മറ്റാരുമല്ല, മോദി സർക്കാരിന്റെ മാസ്റ്റർ സ്ട്രോക്ക്, ഇറാനിലെ അടുത്ത ഇന്ത്യൻ അംബാസഡറായി ചുമതലയേൽക്കുന്ന വിശ്വേഷ് നേഗി. ആരാണ് ഈ വിശ്വേഷ് നേഗി? എന്തിനാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ തീക്കളിക്ക് നടുവിലേക്ക് ഇന്ത്യ ഇദ്ദേഹത്തെ ഇറക്കുന്നത്? പാകിസ്ഥാനുമായുള്ള മുൻകാല രഹസ്യബന്ധങ്ങളും ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ പിടിച്ചു നിർത്തുന്ന ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതവും ഇതിൽ എങ്ങനെയൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കയുടെ ഉപരോധങ്ങളെയും ഇറാനിലെ പുതിയ ഭരണകൂട അസ്ഥിരതകളെയും ഇന്ത്യ എങ്ങനെ പ്രതിരോധിക്കും? പശ്ചിമേഷ്യയിലെ ഈ പുതിയ പവർ ഗെയിമിന് പിന്നിൽ ഇന്ത്യയുടെ മാസ്റ്റർ പ്ലാൻ എന്താണ് നോക്കാം. പശ്ചിമേഷ്യ യുദ്ധഭീതിയുടെ നിഴലിൽ നിൽക്കുന്ന ഈ നിർണായക ഘട്ടത്തിലാണ് ഇറാനിലെ പുതിയ ഇന്ത്യൻ അംബാസഡറായി മുതിർന്ന നയതന്ത്രജ്ഞൻ വിശ്വേഷ് നേഗിയെ കേന്ദ്ര സർക്കാർ നിയമിച്ചിരിക്കുന്നത്. തുർക്കിയിലെ അംബാസഡറായി ചുമതലയേൽക്കുന്ന രുദ്ര ഗൗരവ് ഒഴിവിലേക്കാണ് 2002 ബാച്ച് IFS ഉദ്യോഗസ്ഥനായ നേഗി എത്തുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ഊർജിക്കുകയും ആഗോള എണ്ണ വിപണിയെയും ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തെയും അത് ബാധിക്കുകയും ചെയ്യുന്ന ഈ സമയത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ നയതന്ത്ര ദൗത്യങ്ങളിൽ ഒന്നായിരിക്കും ഇത്. ആരാണ് ഈ വിശ്വേഷ് നേഗി? 2002 ബാച്ചിലെ ഇന്ത്യൻ വിദേശകാര്യ സർവീസ് ഉദ്യോഗസ്ഥനായ വിശ്വേഷ് നേഗി വിപുലമായ നയതന്ത്ര അനുഭവ സമ്പത്തുമായാണ് ഇറാനിലെ സ്ഥാപനപതി കസേരയിലേക്ക് എത്തുന്നത്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൽ അഷോനിയ ഡിവിഷന്റെ തലവനായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം ഇന്ത്യ പാപ്പുവ ന്യൂഗിനിയ വിദേശകാര്യ ഓഫീസ് കൺസൾട്ടേഷനും ഉൾപ്പെടെയുള്ള നിരവധി ഉന്നതതല അന്താരാഷ്ട്ര സംഭാഷണങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. കൂടാതെ പ്രതിരോധ മന്ത്രാലയത്തിൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ സേവനമനുഷ്ഠിച്ച അദ്ദേഹം തന്ത്രപരമായ അന്താരാഷ്ട്ര പ്രതിരോധ ഇടപാടുകളും തന്ത്രപരമായ പങ്കാളിത്തങ്ങളും കൈകാര്യം ചെയ്തിട്ടുണ്ട്. 2022 അവസാനത്തോടെ ജോയിന്റ് സെക്രട്ടറി തലത്തിലേക്ക് ഉയർന്ന നേഗി അന്താരാഷ്ട്ര പ്രതിരോധ സഹകരണ മേഖലകളിലും അതിനു മുമ്പ് ബഹുരാഷ്ട്ര നയതന്ത്ര വകുപ്പുകളും കൈകാര്യം ചെയ്യുന്ന ഐക്യരാഷ്ട്രസഭയുടെ രാഷ്ട്രീയ വിഭാഗം ഡയറക്ടറായും മികവ് തെളിയിച്ച വ്യക്തിയാണ്. ഇവിടെയാണ് ഏറ്റവും കൗതുകകരവും എന്നാൽ നിർണായകവുമായ മറ്റൊരു കാര്യമുള്ളത്. വിശ്വേഷ് നേഗിയുടെ മുൻകാല അനുഭവങ്ങളിൽ ഏറ്റവും തന്ത്രപ്രധാനമായ ഘടകം അദ്ദേഹം വിദേശകാര്യ മന്ത്രാലയത്തിൽ പാകിസ്ഥാനുമായുള്ള ഉഭയകക്ഷി ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട ഡെസ്ക് ഉത്തരവാദിത്തങ്ങളും നയപരമായ കാര്യങ്ങളും കൈകാര്യം ചെയ്തിരുന്നു എന്നതാണ്. നിലവിലെ പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ US-നും ഇറാനും ഇടയിൽ പാകിസ്ഥാൻ ഒരു നിർണായക മധ്യസ്ഥന്റെ പങ്ക് വഹിക്കുന്നുണ്ട്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസിം മുനീറുമായി ഉന്നതതല ചർച്ചകൾ നടത്തിയത് ഇതിന്റെ തെളിവ് തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഡെസ്കിൽ മുൻപ് പ്രവർത്തിച്ച നേഗിയുടെ ആഴത്തിലുള്ള അനുഭവ സമ്പത്ത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള രഹസ്യ ചർച്ചകളിൽ പാകിസ്ഥാന്റെ ഇടപെടൽ കൃത്യമായി മനസ്സിലാക്കാനും ഇറാനുമായുള്ള ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി സന്തുലിതമാക്കാനും ഇന്ത്യയെ സഹായിക്കും. ഈ നിയമനത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങളും ഇന്ത്യക്ക് മുന്നിലുള്ള നയതന്ത്ര വെല്ലുവിളികളും നമുക്കൊന്ന് പരിശോധിക്കാം. ഇറാനിൽ വലിയൊരു ആഭ്യന്തര നേതൃമാറ്റവും ഭരണകൂട അസ്ഥിരതയും നടക്കുന്ന സമയത്താണ് ഇന്ത്യ പുതിയ ദൂതനെ അവിടേക്ക് അയക്കുന്നത്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി അറിയപ്പെടുന്ന മുജിതബ ഖമേനിയെ പൊതുവേദികളിൽ കാണാനില്ലാത്ത അവസ്ഥയാണിപ്പോൾ. രാജ്യത്തിന്റെ പ്രധാന തീരുമാനങ്ങളെല്ലാം സൈനിക വിഭാഗമായ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്പസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരാണ് നേരിട്ട് കൈക്കൊള്ളുന്നത്. സാധാരണ നയതന്ത്ര ചാനലുകൾക്ക് അപ്പുറം സൈനിക മേധാവിത്വം കൈയാളുന്ന ഭരണകൂടവുമായി ആശയവിനിമയം നടത്തേണ്ടി വരുമെന്നത് വിശ്വേഷ് നേഗിയുടെ ദൗത്യം കൂടുതൽ സങ്കീർണമാക്കുകയാണ്. വിദേശകാര്യ മന്ത്രാലയത്തിൽ പാകിസ്ഥാനുമായുള്ള ഉഭയകക്ഷി ബന്ധങ്ങളുടെ ഡെസ്ക് ഉത്തരവാദിത്തങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് വിശ്വേഷ് നേഗി. ലോകത്തിലെ ക്രൂഡ് ഓയിൽ വിതരണത്തിന്റെ 1/5 കടന്നു പോകുന്നത് ഇറാൻ തീരത്തുള്ള ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. അമേരിക്ക ഇറാൻ യുദ്ധ
യുദ്ധഭീതി ഉയർന്നതോടെ ഈ പാത അടച്ചിടുമെന്ന ആശങ്ക നിലവിലുണ്ട്. അതിനാൽ ഇവിടുത്തെ തടസ്സമില്ലാത്ത കപ്പൽ ഗതാഗതം ഉറപ്പാക്കാനും കപ്പലുകളിലെ ഇന്ത്യൻ ജീവനക്കാരുടെ സുരക്ഷ സംരക്ഷിക്കാനും പുതിയ അംബാസഡർ നിരന്തരം ഇടപെടേണ്ടതുണ്ട്. അമേരിക്കയുടെ ഉപരോധ ഭീഷണികൾക്കിടയിലും ഇന്ത്യ ഇറാൻ ബന്ധം തന്ത്രപരമായി വളരെ പ്രധാനപ്പെട്ടതാണ്. മധ്യേഷ്യയിലേക്കും റഷ്യയിലേക്കും ഇന്ത്യക്ക് വഴി തുറക്കുന്ന ഇറാന്റെ തെക്കുകിഴക്കൻ തീരത്തുള്ള ചബഹാർ തുറമുഖത്തിന്റെ വികസനം ഇന്ത്യയുടെ ഏറ്റവും വലിയ തന്ത്രപ്രധാന നിക്ഷേപങ്ങളിൽ ഒന്നാണ്. പാകിസ്ഥാനെ ഒഴിവാക്കിക്കൊണ്ട് അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും ചരക്ക് നീക്കം നടത്താൻ ചബഹാർ ഇന്ത്യയെ സഹായിക്കുന്നു. പുതിയ ഭരണകൂട മാറ്റങ്ങൾക്കിടയിലും ഈ പദ്ധതി തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അംബാസഡർ നേഗിയുടെ മുൻഗണനാ ലിസ്റ്റിലെ പ്രധാന കാര്യമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവസാന നിമിഷം സൈനിക ആക്രമണത്തിൽ നിന്നും താൽക്കാലികമായി പിന്മാറുകയും നയതന്ത്ര ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്യുന്ന അന്തരീക്ഷത്തിലാണ് ഈ മാറ്റങ്ങൾ നടക്കുന്നത്. അനുഭവസമ്പന്നനായ ഒരു നയതന്ത്രജ്ഞനെ ഇറാനിലേക്ക് അയക്കുന്നതിലൂടെ പ്രക്ഷുബ്ധമായ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യ സ്വന്തം താൽപര്യങ്ങൾ കൃത്യമായി സംരക്ഷിക്കുന്നുവെന്ന ഉറച്ച സന്ദേശമാണ് ന്യൂഡൽഹി നൽകുന്നത്. ഇറാനിൽ വലിയൊരു ആഭ്യന്തര നേതൃമാറ്റവും ഭരണകൂട അസ്ഥിരതയും നടക്കുന്ന സമയത്താണ് ഇത് പുതിയ ദൂതനെ അയക്കുന്നത് എന്നത് അതിശയകരമാണ്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി അറിയപ്പെടുന്ന മുജ്തബ ഖമേനിയെ പൊതുവേദികളിൽ എവിടെയും കാണാനില്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. എന്നാൽ മറുവശത്ത് രാജ്യത്തിന്റെ പ്രധാന തീരുമാനങ്ങളെല്ലാം തന്ത്രപരമായ സൈനിക വിഭാഗമായ IRGC ഉന്നത ഉദ്യോഗസ്ഥരാണ് നേരിട്ട് കൈകൊള്ളുന്നത്. സാധാരണ നയതന്ത്ര ചാനലുകൾക്ക് അപ്പുറം സൈനിക മേധാവിത്വം കൈയാളുന്ന ഒരു ഭരണകൂടവുമായി ആശയവിനിമയം നടത്തേണ്ടി വരുമെന്നത് ഇറാനിലെ പുതിയ ഇന്ത്യൻ അംബാസഡറുടെ ദൗത്യം കൂടുതൽ സങ്കീർണമാക്കുകയാണ്. ഇറാനിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം ഇന്ത്യയുടെ പരമ്പരാഗത ഉഭയകക്ഷി സഹകരണങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ സൗത്ത് ബ്ലോക്കിന് ഇപ്പോൾ കടുത്ത ആശങ്കയുണ്ട്. എന്നാൽ ഇതിനെല്ലാം വെല്ലുന്ന മറ്റൊരു കാര്യമുണ്ട്. ലോക സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷയാണ് ഇന്ത്യക്ക് നേരിടേണ്ട ഏറ്റവും വലിയ വെല്ലുവിളി. ലോകത്തിലെ ക്രൂഡ് ഓയിൽ വിതരണത്തിന്റെ 1/5 അതിലൂടെയാണ് പോകുന്നത്. അതാണ് ഇപ്പോൾ ഈ അംബാസഡർക്ക് ഇന്ത്യ കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു ദൗത്യം എന്ന് പറയുന്നത്. പുതിയ ഗതാഗത പാതകളെ സംബന്ധിച്ച് ഒമാനുമായുള്ള ചർച്ചകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കടലിടുക്കിലെ നാവിക സുരക്ഷ ഉറപ്പാക്കുന്നത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഇവിടുത്തെ തടസ്സമില്ലാത്ത കപ്പൽ ഗതാഗതം ഉറപ്പാക്കാനും കപ്പലുകളിലെ ഇന്ത്യൻ ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്താനും പുതിയ അംബാസഡർ നിരന്തരം ശ്രദ്ധിക്കേണ്ടി വരും. അമേരിക്കയുടെ ഉപരോധ ഭീഷണികൾക്കിടയിലും ഇന്ത്യ ഇറാൻ ബന്ധം തന്ത്രപരമായി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. യുദ്ധം ഒഴിവാക്കാനും മേഖലയിൽ സ്ഥിരത കൈവരിക്കാനും ഇന്ത്യ എന്നും നയതന്ത്ര മാർഗങ്ങളെയാണ് പിന്തുണയ്ക്കുന്നത്. അപ്പൊ അദ്ദേഹത്തെ ഇറാനിലേക്ക് അയക്കുന്നതിലൂടെ പ്രക്ഷുബ്ധമായ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യ സ്വന്തം താല്പര്യങ്ങൾ കൃത്യമായി സംരക്ഷിക്കുമെന്ന ഉറച്ച സന്ദേശമാണ് ഇപ്പോൾ ന്യൂഡൽഹി നൽകുന്നത്. വരും ദിവസങ്ങളിൽ വിശ്വേഷ് നേടിയെടുക്കുന്ന നയതന്ത്ര തീരുമാനങ്ങൾ ഇന്ത്യ ഇറാൻ ബന്ധത്തിൽ മാത്രമല്ല പശ്ചിമേഷ്യൻ സമവാക്യങ്ങളിലും നിർണായക സ്വാധീനം ചെലുത്തും എന്നത് ഉറപ്പാണ്. യുദ്ധം ഒഴിവാക്കാനും മേഖലയിൽ സ്ഥിരത കൈവരിക്കാനും ഇന്ത്യ എന്നും നയതന്ത്ര മാർഗങ്ങളെയും സമാധാനത്തെയുമാണ് പിന്തുണച്ചിട്ടുള്ളത്. എന്നാൽ അതോടൊപ്പം തന്നെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ നരേന്ദ്രമോദി സർക്കാർ ഒരിക്കലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുമില്ല. ഇറാനിൽ ഭരണകൂട അസ്ഥിരതയും യുദ്ധഭീതിയും കൊടുമ്പിരി കൊള്ളുന്ന ഈ സമയത്ത് വിശ്വേഷ് നേഗിയെ പോലൊരു അനുഭവ സമ്പന്നനായ നയതന്ത്രജ്ഞനെ അവിടേക്ക് അയക്കുന്നതിലൂടെ പ്രക്ഷുബ്ധമായ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യ സ്വന്തം താല്പര്യങ്ങൾ കൃത്യമായി നടത്തുകയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.